നമസ്കാരം സുഹൃത്തുക്കളെ, ഒടുക്കം രക്ഷകൻ അവതരിച്ചു. ഇതാ ഇങ്ങനെ ഒരു മുഖം, നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ഇങ്ങനൊരു മുഖം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ വെറും പുഴുക്കളായ നമ്മളൊക്കെ, അതുമല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നാൽ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്നെല്ലാം പറയുന്ന ജെൻസി കുട്ടികളൊക്കെ ലൈവ് ചെയ്യൂലേ, അതുപോലെ ക്യാമറയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു വരവാണ് മൂപ്പര് വന്നത്. ഒടുക്കം നമ്മുടെ മോദിജിക്ക് അങ്ങനെ അവതരിക്കേണ്ടി വന്നതാണ് സുഹൃത്തുക്കളെ, അതൊരു വാസ്തവമാണ്. ധർമ്മേന്ദ്ര പ്രധാനും സംഘവും ഒരു വഴിക്കാക്കിയ ഉന്നത വിദ്യാഭ്യാസ മേഖല, പരീക്ഷാ പേപ്പർ ലീക്സ് കൊണ്ട് കൊള്ള നടത്തിയ കോർപ്പറേറ്റ് കമ്പനികൾ, കുട്ടികളുടെ ആത്മഹത്യകൾ, അതെല്ലാം നോക്കി നിന്ന ഒരു സർക്കാർ, സഹികെട്ടിറങ്ങിയ വിദ്യാർത്ഥികളെ വടി കൊടുത്ത് അടിച്ചോളാൻ പറഞ്ഞ പോലീസ്, കൂലി പോലീസ്, ചരട് കെട്ടിയ ഗുണ്ടകൾ, അവരുടെയൊക്കെ മുകളിൽ നിന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാജി ഈ പരുവത്തിലാക്കി കൊടുത്തു നമ്മുടെ മോദിജിനെ. കുരുങ്ങി ഊരാങ്കുടുക്കായി കിടക്കുന്ന ഭരണചക്രം. ഇങ്ങനെ പോയാൽ എത്ര നാളാണെന്ന് പറഞ്ഞാൽ നിൽക്കുക. ഒടുക്കം ജെൻസി മോഡിൽ മോദിജി ഒരു അവതാരം അവതരിച്ചു. എന്നിട്ട് എന്താ നടന്നത്? സമാധാനം കിട്ടിയോ? തൂങ്ങിയാടി നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അനുയായികളുടെ മാനം രക്ഷിക്കാനായോ? CJPയെയും ജെൻസിയെയും ഈ അവതാര പ്രവർത്തനത്തിലൂടെ വീഴ്ത്തിക്കളഞ്ഞോ? വിശദമായി നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ദേശീയ പരീക്ഷാ ഏജൻസികളുടെ സംവിധാനം ആകെ അരാജകമാവുകയും പരീക്ഷകൾ കുത്തഴിഞ്ഞ നിലയിലാവുകയും ചെയ്തതോടെ ഇന്ത്യയിൽ ആകെ വിദ്യാർത്ഥി ആത്മഹത്യകൾ പെരുകി. യുവസമൂഹം സമ്മർദ്ദത്തിലായി. ഭരണകൂടത്തിൻ്റെ അഴിമതികളും വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിഞ്ഞ അവസ്ഥയും ഒക്കെ കൂടി കോടതിയിൽ അഭയം തേടിയവർക്ക് ചീഫ് ജസ്റ്റിസിൻ്റെ വക പാറ്റ എന്ന വിളിപ്പേര് കിട്ടി. അതോടെ അവർ 2026 മെയ് 16 സോഷ്യൽ മീഡിയയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നറിയപ്പെട്ടു. 1000, 10,000 ഒക്കെ കടന്ന് മില്യൺ കോടികൾ എന്ന കണക്കിന് ജനം അവരുടെ പിന്നാലെ കൂടി. വിദ്യാർത്ഥികൾ, യുവാക്കൾ, തൊഴിലന്വേഷകർ അവഹേളിച്ചും അപഹസിച്ചും ഒടുക്കം ജന്തർ മന്ദിറിൽ സമരത്തെ അടിച്ചും ഇല്ലാതാക്കാൻ നോക്കി. നടന്നില്ല. കാശ്മീരിൽ ഒഴിപ്പിച്ചു. പിന്നെയായി പിള്ളേരെന്ന് മേജറേട്ടനും കൃഷ്ണകുമാറും ഒക്കെ വിളിച്ചു പറഞ്ഞു. ഒടുക്കം സംഗതി പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, തൻ്റെയും കസേര പോകുന്ന പണിയാണ് ഇപ്പം ചുറ്റുപാടും നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മോദിജി തന്നെ ഇതാ ഇങ്ങനെ രംഗത്തെത്തി. പാതിരാത്രി 12 മണിയാകാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മൂപ്പര് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ തന്നെ. എന്നിട്ടൊരു കാച്ചങ്ങ് കാച്ചി. എന്താ? ഫ്രണ്ട്സ് ഭായിയും ബഹനവും ഒക്കെ വിട്ടു. ജെൻസി ആകാനുള്ള പരിപാടിയാണല്ലേ. പക്ഷെ രസം എന്ന് വെച്ചാൽ അറിയോ സുഹൃത്തുക്കളെ, മൂപ്പര് ഫ്രണ്ട്സ് എന്ന് വിളിക്കേണ്ട താമസം. ഏത് ഫ്രണ്ട്സ്? എവിടുത്തെ ഫ്രണ്ട്സ്? നമുക്ക് നാടകം കളി വേണ്ട, നീതി വേണം എന്ന് പറഞ്ഞ് മൂപ്പരുടെ വീഡിയോയുടെ താഴെ പോയി ജെൻസി അങ്ങ് വിരാജിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു, ഇതൊരു മാമൂൽ വിഷയമല്ല മക്കളെ എന്ന്. ഏത് പേപ്പർ ലീക്കും തട്ടിപ്പുകളും ഒക്കെ കഴിഞ്ഞ് CJPയും ഉണ്ടായി. സോനം വാങ്ചുക്കിന്റെ നിരാഹാരം 26 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ച് കുട്ടികളുടെ തലതല്ലി പൊളിച്ചിട്ട് 47 ദിവസം സമരവും കഴിഞ്ഞപ്പോൾ തൻ്റെ കസേരക്കൊരിളക്കം വരുന്നു എന്ന് തോന്നിയപ്പോൾ മോദിജി പറഞ്ഞു, മാമൂൽ വിഷയ നഹി ഹേ. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक. അങ്ങനെ പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ തടി കേടാകാതെ കഴിച്ചിലാക്കി തരണേ മക്കളെ എന്ന ആംഗിളിൽ ഒരു വീഡിയോ. എപ്പോഴാ സമരം തുടങ്ങി? ഞാൻ പറഞ്ഞില്ലേ, 47-ാം ദിവസം. മുണ്ടാട്ടം മുട്ടി പതിവ് പോലെ തടി കഴിച്ചലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ നടന്നില്ല. ഒടുക്കം ഒരു ഫേസ്ബുക്ക് വീഡിയോ. ഫേസ്ബുക്ക് തന്നെ കേടായി കിടക്കുന്ന സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക്, അതിൽ ഒരു വീഡിയോയിൽ എന്താണ് പിന്നെ പറഞ്ഞത്? ഫാസ്റ്റ് ട്രാക്ക് കോടതി, ക്യാബിനറ്റിൽ കൂടുതൽ നടപടി, ലീക്ക് ചെയ്ത അയാളെ പോലീസ് പിടിക്കും, കോക്കാച്ചീനെ കൊണ്ടിരുന്നെല്ലാം പറഞ്ഞിട്ട് കുറേ നേരം. 2 മിനിറ്റ് 56 സെക്കൻഡ് വീഡിയോൻ്റെ നീളം. ഒരുപക്ഷെ വമ്പൻ പ്രസംഗങ്ങൾ ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന പ്രധാനമന്ത്രിയെ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കൂടിപ്പോയാൽ റിപ്പബ്ലിക്, സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒക്കെ തലേന്നാളോ അതും അല്ലെങ്കിൽ വല്ല നോട്ട് നിരോധനത്തിനോ GST പ്രഖ്യാപനങ്ങൾക്കോ ഒക്കെ ഇങ്ങനെ സർപ്രൈസ് എൻട്രി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ലൈവിൽ വരുന്ന പ്രധാനമന്ത്രി. അതൊക്കെ നല്ല ഗാംഭീര്യ ക്യാമറവും സംവിധാനങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. അതിൻ്റെ അടുത്ത് ടെലിപ്രോംപ്റ്റർ ഉണ്ടാവാറുണ്ടെന്ന് പിന്നീട് നമ്മൾ വീഡിയോകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാടകീയമായി സെറ്റ് ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാത്ത പോലെ. പക്ഷേ അറിയില്ലാത്ത പോലെ എന്ന് പ്രധാനമന്ത്രിജിക്ക് മാത്രമേ തോന്നുള്ളൂ കേട്ടോ. നാട്ടുകാർ തിരിച്ച് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, അറിയില്ലാത്ത പോലെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് നാട്ടുകാരെങ്ങനെയാണ് കരുതുന്നതെന്ന് പ്രധാനമന്ത്രി വിചാരിച്ചോട്ടെ എന്ന് ജനം വിചാരിക്കും. ഇത്തവണത്തെ പ്രത്യേകത, മൂപ്പരുടെ ലൈവ് ജെൻസിയുടെ ലൈവ് പോലെ ആകണം എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ക്യാമറ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ ഇങ്ങനെ മനഃപൂർവ്വം കുറച്ചിട്ട് പ്രത്യേക രീതിയിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു വമ്പൻ സെറ്റപ്പിലായാൽ പോലും അത് മുഖത്തിൻ്റെ അടുത്ത് പിടിച്ച് ഒരു ജെൻസി ലൈവ് പോലെ സ്വാഭാവികമായി തോന്നണം. ഇതിങ്ങനെ തോന്നണം. എന്താ അല്ലേ? അങ്ങനെയാണെങ്കിലല്ലേ ജെൻസിക്ക് അടുത്തേക്ക്, CJPക്കാരുടെയൊക്കെ അടുത്തേക്ക് എത്താനാവുള്ളൂ. നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയും ഈ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ എന്നോടിങ്ങനെ അടുപ്പം തോന്നുള്ളൂ. ന്യൂജനാകാൻ വേണ്ടിയിട്ടുള്ളതാണത്രേ. മൂപ്പര് അതുപോലെ തന്നെ ചെയ്തുട്ടാ. ക്യാമറയൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങനെ ആരോ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വെർട്ടിക്കലായി മൊബൈലിൻ്റെ മോഡലിൽ വെച്ചു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളത്. നമ്മൾ ഇങ്ങനെയല്ലേ, ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നത് ഇങ്ങനെയല്ലേ.
ഈ ദീർഘചതുരം പോലെയല്ലേ, മൂപ്പരുടേത് ഇങ്ങനെ തിരിച്ചു വെച്ച ദീർഘചതുരമാണ്, വെർട്ടിക്കലാണ്. എന്നിട്ട് മൂപ്പര് 2 മിനിറ്റ് 56 സെക്കൻഡ് പറഞ്ഞു. പക്ഷെ ഫോണിന് മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ മൂപ്പരുടെ ചില പൊസിഷനുകളൊക്കെ കുഴപ്പമുണ്ടാക്കിയിട്ടോ. കണ്ണിൻ്റെ പൊസിഷനൊക്കെ ഇപ്പം ഇങ്ങനെ നോക്കൂലേ, പ്രോംപ്റ്റർ നോക്കൂലേ, അതുപോലെ അതൊക്കെ ആളുകൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു. ഇപ്പം ഞാൻ ചില വീഡിയോ പ്രോംപ്റ്ററിൽ നോക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, കണ്ണിങ്ങനെ അത് മനസ്സിലാവില്ല. നമ്മൾ ടെക്സ്റ്റൊക്കെ കൃത്യമായി ആശയങ്ങൾ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോംപ്റ്റർ ഇല്ലാണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ചിലത് മിസ്സാവും. ഓർമ്മയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചെടുക്കണമല്ലോ. അതിന് പകരം പ്രോംപ്റ്ററിലിട്ടിട്ട് ഞാൻ വായിക്കും. ഞാൻ നല്ല വാർത്തയൊക്കെ വായിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക പലപ്പോഴും. ചിലത് സ്വാഭാവികമായിട്ട്, ഇപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രോംപ്റ്ററിലിട്ട് വായിക്കുന്ന സമയത്ത് നമ്മുടെ ശരിക്കും നിരീക്ഷിച്ചാൽ ആങ്കർ ഇങ്ങനെ വായിക്കുന്നത് മനസ്സിലാവും. മൂപ്പര് ഈ വെർട്ടിക്കൽ വീഡിയോ ചെയ്യുന്ന സമയത്തെ ആളുകൾ കൃത്യമായി കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇത് പ്രോംപ്റ്റർ വെച്ചിട്ട് തന്നെ പരിപാടിയെന്ന്. എന്തൊരു ദുരന്താണ് ഇട്ട. വീഡിയോ കഴിഞ്ഞതോടെ ഇനി നമ്മുടെ തടി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച മിത്രങ്ങൾക്ക് നാട്ടിലൊന്നും ഇറങ്ങി നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയ പിള്ളേർ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് അപ്പോഴത്തെ അവസ്ഥ. ഒന്നും നഷ്ടപ്പെടാനില്ലാതെ ചോദ്യപേപ്പർ മാത്രമല്ല, ജീവിതം തന്നെ ലീക്കായി കിടക്കുന്ന സമൂഹം ഒന്നാകെയാണ് തെരുവിലുള്ളത്. അപ്പോഴാണ് ഒരു വെർട്ടിക്കൽ വീഡിയോ, പ്രധാനമന്ത്രിയുടെ ഈ വെർട്ടിക്കൽ വീഡിയോ കഴിഞ്ഞപ്പോഴേ CJP പ്രതികരിച്ചു. എന്താണെന്നറിയോ, ഒടിവ് വന്നതിന് ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെയാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ പ്രതികരണം എന്നാണ് അവർ പറഞ്ഞത്. നമുക്കൊരു മുറിവുണ്ടായാൽ, ചെറിയൊരു മുറിവാണെങ്കിൽ എന്തെങ്കിലും തൽക്കാലം മരുന്ന് വെച്ച് ഒട്ടിക്കാം. ഇതങ്ങനെയല്ലോ, ഉള്ളിൽ എല്ലിൻ്റെ ഒടിവുണ്ടെങ്കിൽ പുറത്ത് മരുന്ന് വെച്ചിട്ട് എന്താ കാര്യം. അമ്മാതിരി പരിപാടിയാണ് മൂപ്പര് ഈ വെർട്ടിക്കൽ വീഡിയോ പ്രകടനത്തിലൂടെ കാഴ്ചവെച്ചതെന്നാണ് പറഞ്ഞത്. ധർമ്മേന്ദ്ര പ്രധാനേക്കാൾ യുവാക്കൾക്ക് മോദി പ്രാധാന്യം നൽകണം. മോദിയുടെ ട്വീറ്റ് ക്രൂരമായ തമാശയാണ്. ഇത് ആവശ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് CJP പറഞ്ഞത്. ചോദ്യപേപ്പർ ചോർച്ച ഒരു നിയമപരമായ പ്രശ്നമല്ല, സംവിധാനത്തിൻ്റെ പരാജയമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഒപ്പം ഈ പ്രധാനം നേരിട്ട് ഉത്തരവാദികളാണ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് ഏറ്റവും പെട്ടെന്ന് വേണ്ടത്. ശരിക്കും ഒരു വീഡിയോ വൃത്തിയായി എടുക്കുന്നതിന് പകരം വെർട്ടിക്കൽ വീഡിയോ വിട്ട് ബ്ലിങ്കസി ആയത് പ്രധാനമന്ത്രിക്ക് മിച്ചം. മാത്രമല്ല, ആ വീഡിയോ നാട്ടുകാർ കംപ്ലീറ്റ് ഡീകോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും മാമൂലും ഈ കണ്ണിൻ്റെ ചാട്ടവും മാത്രമല്ലേ, അതല്ലാതെ ആളുകൾ ഓരോരുത്തരായി പോയിട്ട് ഈ വീഡിയോൻ്റെ താഴെ പോയിട്ട് കമൻ്റ് ഇട്ടു, പറയിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലെന്ന് കമൻറ്റ് ചെയ്ത് യുവാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ബെസ്റ്റീസ് ആവേണ്ടി ഇരുന്ന ആൾക്കാരാണെന്ന് വരെ ചില ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. പാറ്റകൾ കൂട്ടത്തോടെ വന്നതോടെ ആ പ്രമുഖ ഇൻഫ്ലുവൻസർക്ക് ഇൻസ്റ്റഗ്രാമിൽ അടുത്തേക്ക് സൂം ചെയ്ത് തീർത്തും വിരസമായൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു എന്ന പരിഹാസവും ഉയർന്നു. പ്രമുഖ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. നിർത്തൂ എന്നാണ് വിദ്യാർത്ഥി നേതാവ് ആയിഷ ഘോഷ് പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ സമാധാനവും പുരോഗതിയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ രാജിവെക്കണമെന്നും ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. തുരിതര കണ്ട് സംഘമിത്രങ്ങൾ ഈ കമൻ്റെല്ലാം കണ്ട് നാണക്കടായിപ്പോയി. ധ്രുവ് റാത്തി പറഞ്ഞത്, മൊബൈലിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ പോലും പ്രോംപ്റ്റർ ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ്. കണ്ണുകളുടെ ചലനം നോക്കൂ, 2 മിനിറ്റ് പോലും ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ഒരൊറ്റ വാക്ക് പോലും പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് നമ്മുടെ ധ്രുവ് റാത്തി പറഞ്ഞത്. രഞ്ജിനി ഹരിദാസ് അവിടെ സമരം തുടങ്ങിയ ഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ പോയി സജീവായി. കേരളത്തിൽ നിന്ന് മുഖ്യധാരയിൽ പോയ ഒരാളാണ്. രഞ്ജിനി ഹരിദാസും പോയിട്ട് മോദിയുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടു. EDൻ്റെ കാര്യമൊക്കെ രഞ്ജിനി ഹരിദാസൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല, എന്തായാലും കമൻ്റ് ഇട്ടു. മൂപ്പരൊക്കെ ഉറച്ച നിലപാടാണ്. നമ്മുടെ ഈ സമരത്തിൽ നിർണായകമായ റോള് ഒരുപക്ഷെ കേരളത്തിൽ അഭിപ്രായ രൂപീകരണത്തിൽ വഹിച്ച ആളാണ്. രഞ്ജിനി ഹരിദാസ് മോഡിയുടെ ഈ പോസ്റ്റിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ടു. നിങ്ങൾ രാജ്യത്തിൻ്റെ നേതാവാണ്. ഇന്ത്യയിലെ യുവാക്കളുടെ പ്രശ്നങ്ങൾ ഗൗരവമേറിയതാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഭാവി കെട്ടിപ്പടിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് വിദ്യാഭ്യാസം. അതിൻ്റെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ തലപ്പത്തുള്ള വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ട് സമ്പൂർണ്ണമായ അഴിച്ചുപണിയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നീതി അകലെയല്ല. അവരുടെ ആവശ്യം അംഗീകരിക്കണം. അവരുടെ ശബ്ദം കേട്ടുവെന്നും ഒപ്പം നിന്നുവെന്നും തെളിയിക്കണം എന്നാണ് രഞ്ജിനി ഹരിദാസ് കമൻ്റ് ഇട്ടത്. ചുരുക്കത്തിൽ, വീഡിയോ ഇട്ട് ജെൻസി മോഡിൽ സമരവും പ്രതിഷേധവും ഒക്കെ ഇറങ്ങിത്തിരിച്ച് അവസാനിപ്പിക്കാൻ മോദിയെ തന്നെ ഇറക്കിയിട്ട് അതിലും വലിയ അമളിയായിപ്പോയി, പാളിപ്പോയി. മോദി വീഡിയോ തുടങ്ങുമ്പോൾ കണ്ട്രാ വിശ്വഗുരു വന്നു, ഇനി നീയൊക്കെ ഓടിത്തള്ളും എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചവരൊക്കെ വീഡിയോ കഴിഞ്ഞപ്പോൾ നൈസായിട്ടൊരു തലയിൽ മുണ്ടിട്ട് സ്ഥലം വിട്ടു. പ്രധാനമന്ത്രി ഫോൺ ഓഫാക്കിയിട്ട് എന്താ ചെയ്തതെന്നറിയാൻ ഒരു മാർഗ്ഗവും നമ്മുടെ മുമ്പിലില്ല. എന്തായാലും പാറ്റകൾ ഡൽഹിയിൽ പ്രകടനം കൊള്ളിക്കുന്ന സമരം നടത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് കുലുങ്ങി. കമൻറ്റുകൾ കൊണ്ട്, പ്രതിഷേധ കമൻറ്റുകൾ കൊണ്ട് വരണ്ടു. 2014 അധികാരമേറ്റെടുത്തതിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് റോയിട്ടേഴ്സ് വരെ റിപ്പോർട്ട് ചെയ്തു. പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദിയുടെ വീഡിയോക്കെതിരെ പരിഹാസവുമായി രംഗത്തെത്തി രാഹുൽ ഗാന്ധി. അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്: മിസ്റ്റർ മോദി, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അവരുടെ ബുദ്ധിശക്തിയെ പരിതാപകരമായ ഈ രാത്രി വീഡിയോയിലൂടെ പരിഹസിക്കരുത്. 3 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. 1, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണം. 2, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണം. 3, മാപ്പ് പറയണം. ഇതല്ലാതെ ഇമാതിരി വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്.
റഹീം MP-യും പരിഹാസ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണോ ഇന്നലെ രാത്രി ആ വീഡിയോയുമായി വന്നത്? രാജ്യം മുഴുവൻ അത് കണ്ടു. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു പരിഹാരമുണ്ടോ? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യമാണ് രാജ്യത്തിൻ്റെ ആവശ്യം. ലോക പരാജയമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം. നിങ്ങളുടെ പതിവ് ഉപദേശങ്ങൾ കേട്ട് തിരികെ പോകാൻ വേണ്ടി മാത്രം തെരുവിൽ ഇറങ്ങിയവരല്ല ഈ പിള്ളേർ. ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് വീഡിയോ പണി പാളിയ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഗതികെട്ട് കിടപ്പിലാണ്. ഒടുവിൽ വിദ്യാർത്ഥികളുടെ സമരച്ചൂടറിഞ്ഞപ്പോൾ സമരം പൊളിക്കാൻ സകല വഴികളും തേടിയവർ പെരുവഴിയിൽ ഇറങ്ങാതിരിക്കാനുള്ള അവസാനത്തെ അടവ് പാളിപ്പോയി. പാതിരാത്രിയിൽ തലയിൽ നിന്ന് മുണ്ടുമാറ്റി എടുത്ത ഫേസ്ബുക്ക് ലൈവ് ഈ മട്ടിലേക്ക് അവസാനിച്ചു. ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച നരേന്ദ്രമോദിയുടെ ഈ വെർട്ടിക്കൽ വീഡിയോ മ്യൂസിയത്തിൽ വെക്കാൻ കൊള്ളാം. പാർലമെൻറ്റിൽ പരസ്യമായി പ്രതികരിക്കണം എന്ന രാജ്യത്തെ യുവജനങ്ങളുടെ എത്ര നാളായുള്ള ആവശ്യമാണ്. രാജ്യസഭയിലും ലോക്സഭയിലും ഒരു വാക്കുരിയാടാൻ എത്ര തവണ അവിടുത്തെ MP-മാർ ജനപ്രതിനിധികൾ പറഞ്ഞു. നെഹ്റുവിനെ ചീത്ത വിളിക്കാനും പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാനും മിണ്ടുന്ന പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തപ്പോൾ മൗന വാൽമീകത്തിലിരുന്നു. ഒടുവിൽ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളുടെ ചൂടറിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് വീഡിയോയുമായി മിണ്ടാൻ വന്നിരിക്കുക. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, വിദ്യാർത്ഥികളുടെ ശബ്ദം നിങ്ങൾ ഇനിയും കേട്ടില്ല. അവർ നിങ്ങളുടെ പിടിപ്പുകേട് ചോദ്യം ചെയ്യാൻ വന്നവരാണ്. അതിന് ഉത്തരം കിട്ടാതെ അവർ മടങ്ങിപ്പോകില്ല. അതിന് പ്രാഥമിക പരിഹാരം അത് ഉടച്ചു വാർക്കലാണ്, അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ നിയമനിർമ്മാണമല്ല. ഇവിടെ ഈ സിസ്റ്റത്തിലെ പിഴവുകളിൽ തിരുത്താണ് ആദ്യം വേണ്ടത്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, വിദ്യാർത്ഥികളുടെ തല തല്ലിപ്പൊളിച്ച ക്രൂരരായ സർക്കാർ ഏജന്റുമാർക്കെതിരെ, കൂലി പോലീസുകാർക്കെതിരെ നടപടികൾ വേണം. ഈ നാടിനോട് മാപ്പ് പറയണം. ഇത്രനാളും ഈ സമരത്തെ പൊളിക്കാനും പരിഹസിക്കാനും വിദേശ ഫണ്ടിംഗ് ആണെന്ന് പറഞ്ഞ് അപഹസിക്കാനും നടന്നവരുടെ തലപ്പത്തിരുന്ന് സമരം പൊളിയുന്നതും കാത്ത് ഒടുവിൽ രക്ഷയില്ലാതായപ്പോൾ പാതിരാത്രി ഫേസ്ബുക്ക് വീഡിയോയുമായി വന്നാൽ ജനം വിശ്വസിക്കും എന്ന് കരുതിയോ? സാർ, സംഗതി നൈസായി പാളിപ്പോയിട്ടുണ്ട്. സാരമില്ല, അടുത്ത നാടകത്തിൽ ശരിയാക്കാം എന്നാണ് വിചാരമെങ്കിൽ അതിനും പിന്നീട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ കേൾക്കണം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അവർക്ക് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണം. നന്ദി, നമസ്കാരം.